വിഴിഞ്ഞമെന്ന് കേൾക്കുമ്പോൾ ആദ്യം തുറമുഖത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാ പേരും ചിന്തിക്കുന്നത്. കോടികളുടെ വരുമാനം വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ വികസന സങ്കല്പം മാത്രം പേറുന്ന ഒരു ഇടമാണോ വിഴിഞ്ഞം? അല്ല, ഒട്ടനവധി കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം ഉണ്ടോ? ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാം. പ്രത്യേകിച്ച് ശുദ്ധജലം. നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് വെള്ളത്തിൽ ചിലപ്പോ പുഴു കിടക്കും, ചിലപ്പോ വെള്ളം കലങ്ങി അടിച്ചു വരും. ഞങ്ങൾ അന്ന് വരെ എത്രയോ 10-20 വർഷം കൊണ്ട് ഞങ്ങൾ 10 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കണതാണ്. ഇന്ന് വരെ ഞങ്ങളുടെ കുടിഞ്ഞ ഞങ്ങൾക്ക് വെള്ളം വേണം. കൗൺസിലർ എടുത്ത് പറയുമെങ്കിൽ അവൻ ഇങ്ങനെ നിൽക്കുന്ന വോട്ടിന് വേണ്ടി നിങ്ങളെല്ലാരും എനിക്ക് വോട്ടിടണം. വിഴിഞ്ഞത്തെ ശുദ്ധജല പ്രതിസന്ധിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒട്ടനവധി കുടുംബിനികൾ നമുക്കൊപ്പമുണ്ട്. വീട്ടമ്മമാരാണ് ഇതിന്റെ ദുരിതം ഏറ്റവും അനുഭവിക്കുന്നതും. ഇവിടെ ഈ പൈപ്പ് വെച്ചിട്ടുണ്ട്. അതിന് കൌൺസിലറോടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് നഗരസഭ വഴിയുള്ള പദ്ധതിയുണ്ട്. അമൃത് പദ്ധതി വഴി 850 പൈപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ശുദ്ധജലം കിട്ടുന്നില്ല എന്നത് തന്നെയാണോ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം? ഫ്രീ കണക്ഷനൊക്കെ കൊടുത്തതുകൊണ്ട് പൊതു പൈപ്പ് എല്ലാം കട്ട് ചെയ്തു. ഇപ്പൊ എല്ലാ വീടുകളിലും പൈപ്പുണ്ട്. അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള പൈപ്പ് ഒന്നും വേണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ വരുന്നത് ശുദ്ധജലമല്ല എന്നൊരു പ്രയാസം പറയുന്നുണ്ട്. നല്ല വെള്ളം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് വെള്ളത്തിൽ ചിലപ്പോ പുഴു കിടക്കും, ചിലപ്പോ വെള്ളം കലങ്ങി അടിച്ചു വരും, ചിലപ്പോ തെളിവായിരിക്കും. എന്നാലും കുടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഞങ്ങൾ വാങ്ങിക്കണത് തന്നെ പൈസ കൊടുത്താണ് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. ഞങ്ങൾ ഇവിടെ കുടങ്ങ 5 മാസമായി 7 ദിവസം കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഈ 10 രൂപയുടെ വെള്ളം കിട്ടുന്നത്. വെള്ളം വന്നില്ലെങ്കിൽ ശുദ്ധജലം കിട്ടാത്ത സാഹചര്യമാണ്. അങ്ങനെ തന്നെ അവര് വിളിക്കുമ്പോ പൈപ്പേറം ലോറക്കാരം കൊണ്ട് കൊടുക്കും. ഇവിടെ ഈ ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ട്, MLA അല്ലെങ്കിൽ വോട്ട് ചോദിക്കാനൊക്കെ ആള് വരുമ്പോ പ്രശ്നം പറയുമ്പോ എന്താ അവര് പറയുന്നത്? അവരപ്പം പറയാം നമുക്ക് സാധിച്ചു തരുമെന്ന് പറയാം. അവരെ ഇലക്ഷൻ തീർന്നാ പിന്നെ അവരെ ഇവിടെ നോക്കണ്ട, അവരെവിടെ കാണൂല. ഞങ്ങൾ അന്ന് വരെ എത്രയോ 10-20 വർഷം കൊണ്ട് ഞങ്ങൾ 10 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കണതാണ്. ഇന്ന് വരെ ഞങ്ങളുടെ കുടിഞ്ഞ ഞങ്ങൾക്ക് വെള്ളം വേണം. ഒരു കുടത്തിന് 10 രൂപ, ഒരു കുടത്തിന് 8 രൂപ 10 രൂപ സൈസ് കണ്ടതുപോലെ പോകും. കുട കണ്ടതുപോലെ നമ്മൾ വാങ്ങിക്കും. ഇന്ന് വരെ ഒരു കിലോ അരിയുടെ പൈസയാണ് വെള്ളത്തിന് പോകണം. ഗവൺമെന്റ് നല്ല വെള്ളം വിടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നല്ല വെള്ളം ഒന്നും അല്ല വിടുന്നത്. അവർക്ക് കയ്യിൽ കിട്ടുന്ന വെള്ളങ്ങളെയാണ് അവർ അടിച്ചടിച്ച് വിടുന്നത്. ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രാദേശിക ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് 2 വർഷം മുൻപ് വിസിൽ, അതായത് വിഴിഞ്ഞം തുറമുഖ കമ്പനിയാണ് സർക്കാർ, പ്രത്യേകിച്ച് നഗരസഭയുടെ അമൃത് പദ്ധതിയുമായി ചേർന്ന് 850 കണക്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഇനി 300 കണക്ഷൻ കൂടി ഈ തരത്തിൽ തന്നെ സർക്കാരിന്റെ പദ്ധതിയായി 300 കണക്ഷൻ നൽകുന്നു. വീണ്ടും അമൃത് പദ്ധതിയിലൂടെ മറ്റൊരു 300 കണക്ഷൻ കൂടി നൽകുമെന്ന് പറയുന്നു. വെള്ളായണിയിൽ നിന്നാണ് ഇവിടേക്കുള്ള വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, വെള്ളായണി കായലിൽ നിന്നുള്ള. പക്ഷെ അതിന്റെ ഒരു ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പരാതിയാണ് പ്രധാനമായും ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ വരുന്ന വെള്ളത്തിൽ പുഴു ഉൾപ്പെടെ കിടക്കുന്നു. ഇത് കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശുദ്ധജലത്തിന്റെ പ്രശ്നം? കുടിവെള്ളമാണ് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇവിടെ. പിന്നെ ശുദ്ധജലം എന്ന് പറഞ്ഞു വിടുന്നത് മൊത്തം ചെളി വെള്ളമാണ്, ലോഷ്യങ്ങളൊക്കെയാണ്. ആർക്കും കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോൺ ചെയ്താലേ എല്ലാരും വെള്ളം കൊണ്ടുവരത്തുള്ളൂ. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം വരുന്നതായിരുന്നു. അപ്പോൾ ഒരാഴ്ചയിൽ 1 വട്ടം പോലും വെള്ളം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അവര് ഒരു വട്ടം വെള്ളം എടുക്കണമെങ്കിൽ അവർ ഫോൺ ചെയ്ത് വിളിച്ചാലേ ഈ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. നഗരസഭ കൊണ്ടുവരുന്നുണ്ടോ വെള്ളം? ഇല്ല, അങ്ങനെ ആരും കൊണ്ടുവരുന്നില്ല. ഈ സ്കൂൾ കുട്ടികളെ ഇപ്പോ സ്കൂളിലേക്ക് അയക്കുമ്പോഴും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കും എല്ലാം ശുദ്ധജലം ഏറ്റവും പൈപ്പ് വെള്ളമാണ്. പൈപ്പ് വെള്ളം വരുന്നതാണ്. നമ്മൾ വീട്ടിൽ കുടിക്കാനൊക്കെ കഞ്ഞി വെക്കാനും ഈ ലോറി വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൈസ കൊടുത്താണ് ഒരു കുടം വെള്ളം 10 രൂപ അല്ലെങ്കിൽ 8 രൂപ അങ്ങനെ കൊടുത്താണ് നമ്മൾ എടുക്കുന്നത്. ഇതുവരെ ഇതിന് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ലേ? പരിഹാരം കാണും എന്നുള്ള ഇതുവരെ പറയുന്നുണ്ട്. പുതിയ കൗൺസിലർ കയറുമ്പോഴത്തേക്കും പറയുന്നത് ഇതിന് പരിഹാരം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും
ഒരു നടപടിയും വന്നിട്ടില്ല. ഈ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. വലിയ വികസനം വരുന്നു, നാട് വികസിക്കുന്നു, കോടികൾ വരുമാനം വരുമെന്ന്. പക്ഷെ സാധാരണക്കാരുടെ ഈ കുടിവെള്ള പ്രശ്നം പോലും വരുന്നില്ല. അവരെ ഞാൻ പറഞ്ഞ് പറ്റിപ്പിക്കുന്നതാണ്. ഇത് പറ്റിപ്പിക്കുന്ന ഒരു കേസാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പടിക്കെട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു കുടിവെള്ളം തരും എന്ന് പറഞ്ഞത്. എന്നാലും കുടിവെള്ളം ഇതുവരെ ആവുന്നില്ല. ഈ പൈപ്പ് വെള്ളം ഞങ്ങൾ കൊണ്ട് എത്ര കാലം ഇങ്ങനെ ഞങ്ങൾ ജീവിക്കുക? നല്ല ജലം ഞങ്ങൾക്ക് തരണ്ടേ? കുടിവെള്ളം തന്നാലേ ഞങ്ങൾക്ക് കഞ്ഞി വെക്കാൻ അതൊരു ലാഭമായി. ഈ 10 രൂപ 8 രൂപ കൊടുത്ത് ഞങ്ങൾ ഈ കുടിവെള്ളം വാങ്ങിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമില്ലാതെ ലാഭമില്ല ഞങ്ങൾക്ക്. ഇത്ര തന്നെ ഞങ്ങൾ ഇത് കടലിൽ പോകുന്ന ആളുകളുണ്ടല്ലോ, പുരുഷന്മാര്. അപ്പൊ അവർക്ക് ഈ ചോറ് വയ്ക്കാനൊക്കെയും വെള്ളം തന്നെ ഈ വെള്ളം തന്നെ ഞങ്ങൾ വെള്ളം 10 രൂപ കൊടുത്ത് വാങ്ങിച്ച് ഈ വെള്ളമാണ് ഇതിലാണ് കഞ്ഞി വെച്ച് ഞങ്ങളെ തിന്നണം. ഒരു വശത്ത് ഈ ഡീസലിന്റെ ഒക്കെ വിലക്കയറ്റം, മീനിന്റെ ലഭ്യത കുറവ്, മീൻ കിട്ടാനില്ല, ഓരോ ദിവസവും ബുദ്ധിമുട്ടാണ്. അതിന്റെ കൂടെയാണ് ഈ വെള്ളം കൂടി വിലക്ക് വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചു. ഞങ്ങൾ വളരെയേറെ വീട്ടിലൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. എന്താണ് ബുദ്ധിമുട്ടെന്ന്? കടലിൽ ഭയങ്കര ബുദ്ധിമുട്ട്, വീട്ടിൽ ഭയങ്കര ക്ഷാമമാണ്. 10 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വെള്ളം തന്നെ പിടിച്ചു വച്ചിരുന്ന് കഞ്ഞി വെച്ച് കുടിക്കാനും എല്ലാം ആ വെള്ളം തന്നെ ചെയ്യുന്നു. വെള്ളം വാങ്ങിക്കണില്ല. പണ്ട് പൊതു ടാപ്പ് ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്തു. അതല്ലേ ഇരിക്കുന്നു, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അന്ന് വെള്ളം ഉണ്ടായിരുന്നില്ലേ? അതിലൊക്കെ വെള്ളം വന്നു തന്നെ പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ ഊത്തുന്നൊക്കെ എടുക്കും. അതിന്റെ മറുപടി പൈപ്പിൽ ഇതുവരെ വെള്ളം വിട്ട് ഈ വെള്ളം തന്നെ ഞങ്ങൾ കുടിക്കുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വെള്ളമാട്ടം വിടുന്നത്, ചെളിയാണ് വിടുന്നത്. ആ വെള്ളത്തിനെ പിടിച്ചു വച്ചിരുന്ന് മീതയിന്ന് തെളിച്ച് ആ വെള്ളത്തിനെ എടുക്കും. ബാക്കിയുള്ള വെള്ളം അങ്ങനെയുള്ള വെള്ളമാണ് നമ്മളെ ഇങ്ങനെ പണ്ട് $500 കിട്ടിയാൽ നമുക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് 10 രൂപ കൊടുക്കൂല. ഒരു അരി വാങ്ങിക്കണ പൈസ എടുത്താണ് 5 കുടം വെള്ളം എടുക്കണം. ഒരു മക്കളുടെ ജീവിതം നോക്കണം, മക്കളുടെ പഠിപ്പ് നോക്കണം. ഇതൊന്നും നമ്മുടെ കടപ്പുറം കൊണ്ട് നിൽക്കണില്ല. ഇപ്പൊ ഇതിന് ഗവൺമെന്റ് എന്തൊരു പരിഹാരം ഉണ്ടാക്കി തരണം? ഒരു പരിഹാരം ഉണ്ടാക്കണില്ല. ഇത് പറയണത് തന്നെ സമസ്യ. തുറമുഖം വരുന്നു, വലിയ തോതിൽ വിഴിഞ്ഞം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ കുടിക്കാൻ വെള്ളമില്ല എന്നുള്ളതാണ് അവസ്ഥയെന്ന് പറയുന്നത്. ഇത് ഈ കാലം വരെ പറയണത് നല്ല വെള്ളം വിട്ടുതരാമെന്ന്. ഇതുവരെ ആ വെള്ളം പൈപ്പിൽ വന്നിട്ടില്ല. നമ്മൾ പിടിക്കുന്നത് ഈ ലോറി വെള്ളക്കാരന്റെ അടുത്ത് 10 രൂപ. ആ ലോറി വെള്ളം അവര് കൊണ്ടുവരില്ല. നമ്മൾ 4-5 പ്രാവശ്യം കിടന്ന് അവരെ വിളിക്കണം. വിളിച്ചാൽ തന്നെ ആ ലോറിക്കാരൻ ഇവിടെ വെള്ളം കൊണ്ടുവരും. 100 കുടം വെള്ളം 10 രൂപ. അങ്ങനെ ലോറി വന്നില്ലെങ്കിൽ നല്ല വെള്ളം കിട്ടാത്ത വെള്ളം ഇല്ല. അപ്പൊ ഞങ്ങള് ഈ കുടങ്ങളും കൊണ്ട് പാട്ടയൊക്കെ പിടിച്ച് നല്ല വെള്ളം ഉള്ള ഇടത്താണ് പോയി വെള്ളം കൊണ്ടുവരുന്നത്. അല്ല ഈ പൈപ്പിലെ വെള്ളം എടുത്താൽ കുടിക്കാനൊന്നും പറ്റൂല. മറ്റൊരു കാര്യം, നഗരസഭയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ അരുവിക്കര ഡാമിൽ നിന്നാണ് നഗരപ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നത്. കോട്ടപ്പുറം എന്നത് ഇപ്പൊ വിഴിഞ്ഞം ഇരിക്കുന്ന ഈ വാർഡ് നഗരസഭയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അരുവിക്കരയിൽ, അതായത് നഗരത്തിൽ ജലം വിതരണം ചെയ്യുന്ന ശൃംഖലയുമായി ഈ പ്രദേശത്തെ കൂടി കൂട്ടിച്ചേർക്കാനുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോൾ നടത്തുമെന്ന ചില ഉറപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ എത്ര കാലം ഇവരിങ്ങനെ കുടിവെള്ളമില്ലാതെ ഈ പ്രതിസന്ധി നേരിടും എന്നതാണ്. ഈ കടലിൽ പോകുന്ന ആളുകൾക്കും നല്ല വെള്ളം കൊണ്ടുപോകാനുള്ളൊരു അവര് കുപ്പിവെള്ളമാണ് വാങ്ങിച്ചിട്ട് പോണത്. അവിടെ കുപ്പിവെള്ളം വിൽക്കുന്നില്ല, അത് വാങ്ങിച്ചാണ് കടലിൽ ഇട്ടിട്ട് പോണത്. വേറെ ഇതൊരു നിറച്ചുള്ള വെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ച് അവർ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോണത്. അവർക്കും വെള്ളമില്ല, അവര് വില കൊടുത്താണ് വാങ്ങിച്ചിട്ട് പോണത്. 1200 രൂപ ബില്ലിട്ടാണ് ഈ കലങ്ങൾ വേണ്ടാത്ത വെള്ളത്തിന്. എല്ലാരും ഇരിക്കണമെന്ന് അവിടെ പോയി വിളിക്ക്. ഒട്ടനവധി ആളുകളുണ്ട്. ഈ പ്രദേശവാസികളാണ് ഈ ബുദ്ധിമുട്ട് നേരിടുന്നതും. ഇവിടെയുള്ള വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രതിസന്ധിയും എന്ന കാര്യത്തിലേക്ക് വരുന്നതും. ശുദ്ധജലം അങ്ങനെ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ രാവിലെ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് കൊടുത്തയക്കുന്ന അതൊക്കെ നല്ല വെള്ളത്തിൽ അവരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ? അതിനുള്ള വെള്ളം പൈസ കൊടുത്ത് വാങ്ങുന്നു. ഈ തുറമുഖ പ്രദേശത്തോട് വലിയ തരത്തിൽ വികസനം പറയുന്ന ഒരു മേഖലയാണ്. കേരളത്തിന്റെ വികസന കവാടമായി പറയപ്പെടുന്ന ഒരിടമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്താണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന തരത്തിലാണ് തുറമുഖത്തിന്റെ നിർമ്മാണം
നടക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാലേ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം കാണാൻ പറ്റുമോ? ആ മോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നാലും കാണാം അല്ലേ? നമുക്ക് ആ മോളെ എവിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇവിടെ അത് കാണാം. ഇവിടെ നിന്നാൽ നമുക്ക് ആ ക്രെയിനുകൾ ഇരിക്കുന്നത് കാണാം. ആ നീല നിറത്തിൽ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ക്രെയിനുകൾ. നമുക്കറിയാം ഷെൻഹുവ എന്ന കപ്പലിൽ ഷെൻഹുവ 15 മുതൽ പല സീരീസിലുള്ള ഷെൻഹുവ കപ്പലുകളിൽ ഇവിടെ എത്തിച്ച ക്രെയിനുകൾ. അങ്ങനെ ആ കാണുന്നത് ഒരു വലിയ വികസന സങ്കല്പവും സ്വപ്നവും കേരളത്തിന്റെ വികസന കവാടവും എന്ന് പറയുന്ന വിഴിഞ്ഞമാണ്. ആ തുറമുഖ നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനോട് ചേർന്നുള്ള ഈ പ്രദേശത്തിൽ ജനങ്ങൾ പക്ഷേ ശുദ്ധജലമില്ലാതെ വലയുകയാണ്. വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകി കമ്മിറ്റികൾ രൂപീകരിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ വയസ്സായ ഞങ്ങളാണ് എടുക്കണത്. അതിന് 10, 300, 400 രൂപ എഴുതി ഇട്ടിരിക്കണം. എന്തിനിട്ടിരിക്കണം? ഈ കറണ്ട് ബില്ലാണെങ്കിൽ 1000, 1200 രൂപ കറണ്ട് ബില്ല്. ഈ നല്ല വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് പൈപ്പിൽ കിട്ടണില്ല, നല്ല വെള്ളം ഇല്ല. അയ്യമാത്ത വെള്ളം തന്നെ കിട്ടണത്. അതിനെ വെച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? വെള്ളം വെച്ച് ഇവിടെ കുടിവെള്ളം കൊണ്ടുവരുന്നത് ഒരു കുടന്റെ 3 രൂപ 8 രൂപ വെച്ച് വാങ്ങിക്കണത് ഇവിടെ കൊണ്ടുവരുന്ന വെള്ളത്തിൽ. അതാണ് ഞങ്ങൾ അതാണ് കറ ലോകമെല്ലാം കെട്ടിയെടുത്ത്. ഞങ്ങൾക്കൊരു ജീവിതമില്ല. സർക്കാർ ഇടപെടുന്നില്ല. അവരെ ഇടപെടുന്ന അഭാവമാണെങ്കിൽ അവന്റെ അടുത്ത് വല്ലതും പറയുമെങ്കിൽ അങ്ങനെ നിൽക്കോ? നുമന്ന് നിൽക്കില്ല. ഈ വികസനം മാത്രം മതി, ജനങ്ങൾക്ക് ജീവിക്കണം. അത് തന്നെയല്ല, പെൻഷനെ പിടിച്ചിട്ടിരിക്കുന്നു, തരണില്ല. 6 മാസത്തെ പെൻഷനെ പിടിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആഹാരമില്ലാതെ ചാവണ്. കടലിൽ പോയാൽ മത്സ്യമില്ല. ഞങ്ങൾ എന്താ ചെയ്യാ? പാവപ്പെട്ടവർ ജീവിക്കണ്ട, വയസ്സായ പ്രായം ഞങ്ങൾ വെള്ളം കുടിക്കണ്ട, ഈ പെൻഷനെങ്കിലും തരണ്ടല്ല. അപ്പൊ ഇതിനെല്ലാം കട്ടായി ഗവൺമെന്റ് തന്നെയത്. ഗവൺമെന്റ് അതിൽ തന്നാലേ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങൾ വയസ്സുപ്രായത്തിൽ വെള്ളമോ ആഹാരമോ കഴിക്കും. ഇതുപോലെ തരാതെ എല്ലാം കട്ടാക്കിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തോന്ന് മൊത്തത്തിൽ ജീവിതം പ്രതിസന്ധിയാണ്. പെൻഷൻ കിട്ടാത്തതുകൊണ്ടും ഈ വെള്ളം പോലും കിട്ടാത്തതുകൊണ്ടും ഒക്കെ ഞങ്ങൾ ആകപ്പാട് ഞങ്ങൾ തൊലഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ വീട്ടിൽ 7-8 ദിവസം പട്ടിണിയാണ്. കടൽ മത്സ്യവുമില്ല, പെൻഷനുമില്ല, കുടിവെള്ളവും വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്തോന്ന്? ഈ ഗവൺമെന്റ് ഒരു ആദായം ഞങ്ങൾ തന്നില്ല. ഇങ്ങനെ ഒരു വർഷത്തിൽ നിങ്ങളൊന്ന് വാമൊഴി എടുത്തെടുത്തിട്ട് പോണതില്ലാതെ ഞങ്ങൾക്കൊരു ആനുകൂല്യം ഇവിടെ ഇല്ല. തൊട്ടപ്പുറത്താണ് ഈ വിഴിഞ്ഞം തുറമുഖം. കടയിൽ അരി തരണം, അയ്യമാത്ത അരികൾ തരണം. അത് പട്ടി പോലും തിന്നുമില്ല. ആ അരിയാണ് ഞങ്ങൾക്ക് തരണത്. ഞങ്ങൾ എന്തൊരു വാങ്ങിക്കാൻ? 1 കിലോ അരി വിൽക്കണ 50 രൂപ. 50 രൂപയുടെ അരി കടലിൽ 500 രൂപ കിട്ടിയാൽ തന്നെ നമ്മക്ക് എല്ലാതാ. ഈ മരുന്നിന് ഒരു ദിവസം 500 രൂപ മരുന്നിന് കൊടുക്കണത്. എവിടെ നിന്ന് കൊടുക്കാൻ? ഒരു 2 ആഴ്ചയായി 10,000 രൂപ തീർന്നു. ഞങ്ങൾക്ക് രോഗം തീരണില്ല. ഇല്ല, ചികിത്സ സഹായം ഒന്നുമില്ല. മീന് കടലിൽ പോണവർക്ക് മീനില്ല. പോയിട്ട് 8,000, 9,000, 10,000 രൂപയുടെ മണ്ണെണ്ണ ഡീസലും എല്ലാം വാങ്ങിച്ചിട്ട് ഓണത് അതേപോലെ കൊണ്ട് തിരിച്ചാണ്. എന്തൊരു 10 ദിവസം വാങ്ങിച്ച അവരുടെ കുടുംബം നശിച്ചു. സബ്സിഡി ഇല്ല, അതും വലിയ പ്രതിസന്ധി. ഇല്ല, എല്ലാം വിലക്ക് തന്നെ വാങ്ങിക്കണം. അല്ലാതെ ഒരിടത്തുനിന്നും ഒന്നും ചുമ്മാ ധനസഹായം ഇല്ല. ഇത് ഇവിടുത്തെ ആളുകൾക്ക് പറഞ്ഞിട്ടില്ല? MLA അടുത്തോ അല്ലെങ്കിൽ പിന്നെ കൗൺസിലറുടെ അടുത്ത് പറയുമെങ്കിൽ അവൻ ഇങ്ങനെ നിൽക്കുന്ന വോട്ടിന് വേണ്ടി നിങ്ങളെല്ലാരും എനിക്ക് വോട്ടിടണം, വോട്ടിട്ടിട്ട് ഇവിടെ ഇത്രയും കുത്തിക്കൊണ്ടുപോയി. വോട്ടിട്ട് എന്തായാലും വോട്ടിടാൻ. ഇതാണ് അവന്റെ ഇത്. സംസ്ഥാന സർക്കാരും ഒക്കെ ഇടപെടണ്ടേ? നഗരസഭ ഒന്നും തരിയില്ല. അങ്ങനെ ഒരു വക തരിയില്ല. ഗവൺമെന്റിലൊന്നും പ്രതീക്ഷയില്ല. ഇല്ല. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് പെൻഷൻ കിട്ടും. അതും കട്ടാക്കി കളഞ്ഞു. 6 മാസമായി തരാതെ. വിഴിഞ്ഞം പറയുമ്പോ ഈ തുറമുഖം വരുന്ന കാര്യമാണ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുറമുഖത്ത് അവന്റെ അടുത്ത് എന്തെങ്കിലും കാര്യത്തിന് പോകുമെങ്കിൽ അവൻ വെടിവെച്ച് തള്ളണ ആളുകളെ കൊല്ലേലിയാണ്. എത്ര എണ്ണത്തെ വെടിവെച്ചിട്ടിരിക്കണം അവിടെ. ഒരാൾക്ക് കണ്ണ് പോയി ഇന്ന കുരുടനാട്ടി കിടക്കണം വീട്ടിൽ. ഞങ്ങൾ നാടാണിത്, ഞങ്ങൾ രാജ്യമാണ്, ദൈവം സൃഷ്ടിച്ച ഇടമാണ്. ഇതെല്ലാം അവൻ പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ പോണു. ഇതെന്തോന്ന് ധനം കാണാൻ കാണിച്ചത്? അവൻ എഴുതി പതിച്ച കൊടുത്തു ഞങ്ങൾ രാജ്യത്തിന്. അവ ഒന്ന് പതിച്ചെടുക്കാൻ വേണ്ടി. ഇതെന്തോന്ന് സാറേ ഇത്? ഗവൺമെന്റ് കാണിച്ചത്, അജ്ഞാനകാലം കാണിച്ചത് ഭയങ്കര ശല്യമാണ്. ഞങ്ങളെ ഒരു മനുഷ്യത്വം നിങ്ങളടുത്ത് കാണിക്കണം അല്ലേ സർക്കാരൊക്കെ? എവിടെ ഒരു സത്യവും കാണിച്ചില്ല. ഒരു മനുഷ്യത്വം ഗവൺമെന്റ് കാണിക്കുന്നില്ല. കാണിച്ചെങ്കിൽ ഞങ്ങളെ പെൻഷൻ കട്ടാക്കുവാ. ഈ നിലയ്ക്കാണ് അതൊരു സ്വാഭാവികമായിട്ട് ആളുകൾ ശുദ്ധജലം പോലും കിട്ടാത്ത ഒരു സാഹചര്യം. നമ്മൾ
കൊട്ടിഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി വിഴിഞ്ഞം മാറുമ്പോൾ അത് ബജറ്റിൽ വലിയ അളവിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യുമ്പോൾ ഈ പദ്ധതി പ്രദേശത്തോട് ചേർന്ന്, അതായത് ഒന്ന് നോക്കിയാൽ കാണുന്ന അകലത്തിൽ ഈ വികസനം, വലിയ വികസനം, രാജ്യം എടുത്തു പറയുന്ന കേരളത്തിന്റെ സാമ്പത്തിക കവാടമാകുമെന്ന് പറയുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രവൃത്തികൾ നടക്കുമ്പോൾ അതിനോട് ചേർന്ന പ്രദേശത്ത് മനുഷ്യർ പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ്. ഒരു കുടം വെള്ളത്തിന് 10 രൂപ വരെ നൽകി അവർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതി. കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. പല പദ്ധതികളിലായി ഇവിടേക്ക് കണക്ഷനുകൾ എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും നഗരസഭയുമായി ചേർന്ന് നൽകിയിട്ടുള്ള കണക്ഷനുകൾ ഏതാണ്ട് 850ഓളം കണക്ഷനുകൾ. അതിനു പുറമെ വീണ്ടും കണക്ഷനുകൾ നൽകുന്നു എന്ന് ആവർത്തിക്കുമ്പോൾ അതിലേക്ക് വരുന്ന വെള്ളം അത് കുടിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വെള്ളായണിയിൽ നിന്ന് പമ്പ് ചെയ്ത് വരുന്ന വെള്ളം ശുദ്ധജലമല്ല, അത് ചെളിവെള്ളമാണ്. അതിൽ പുഴുവിനെ കണ്ടെത്തിയ അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഇവിടുത്തെ വീട്ടുകാർ വിവരിക്കുകയാണ്. അരുവിക്കര ഡാമിൽ നിന്ന് നഗരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പദ്ധതിയോട് ഈ പ്രദേശത്തെ കൂടി ചേർക്കണം. നഗരസഭയുടെ തന്നെ ഭാഗമാണ് ഈ പ്രദേശവും. ഇതിനെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ കുടിവെള്ള വിതരണ ശൃംഖല ഇവിടെ സ്ഥാപിക്കണം എന്ന ആവശ്യമാണ്. പക്ഷേ അതിനു നേരെ കണ്ണടയ്ക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളാണ് പൊറുതിമുട്ടുന്നത്. അവർക്ക് ഇങ്ങനെ വിലപിക്കാൻ മാത്രമേ കഴിയൂ. നടപടിയെടുക്കേണ്ടത് സർക്കാരും അധികാര കേന്ദ്രങ്ങളുമാണ്. കുടിവെള്ളമാണ് അവർ ചോദിക്കുന്നത്. അതെങ്കിലും നൽകാനുള്ള നടപടി ഉണ്ടാകണം. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. सड़क सुरक्षा के प्रति ഒരുപക്ഷെ കേരളമല്ല, ഇന്ത്യ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. രാജ്യത്തിന്റെ സാമ്പത്തിക കവാടമായി വിഴിഞ്ഞം മാറുന്നു എന്ന പ്രതീക്ഷ, പ്രത്യാശ, അതിന്റെ ആഹ്ലാദം, എല്ലാ തടസ്സങ്ങളും മാറിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ വികസനം വരുമ്പോൾ ഈ വികസന പ്രദേശത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായി വേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് കുടിവെള്ളം. ഈ വിഴിഞ്ഞം മേഖല, കോട്ടപ്പുറം മേഖല, ഇവിടെയുള്ള ആളുകൾക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ പോലും കിട്ടുന്നില്ല എന്ന ദയനീയമായ സ്ഥിതിയാണ് നമ്മൾ അവിടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് കോട്ടപ്പുറത്തെ കൌൺസിലർ ശ്രീ പനിയടിമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പനിയടിമ, അവിടെ പൈപ്പ് ലൈൻ കണക്ഷനുകളൊക്കെ കൊടുക്കുന്നതിന് നഗരസഭയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അദാനി പോർട്ട് അവർ വന്ന ശേഷമുള്ള സംയുക്ത സംരംഭങ്ങളോ ഒക്കെയും ഉണ്ടായി. പക്ഷേ ശുദ്ധജലം ലഭിക്കുന്നില്ല. വരുന്നത് ചെളിവെള്ളമാണ്. വെള്ളത്തിൽ പുഴുവിനെ കണ്ടെത്തി തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച കാര്യം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു വികസന പദ്ധതി വരുന്ന പ്രദേശത്ത് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുക? അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ശ്രീ പനിയടിമ. തീർച്ചയായും തീരദേശം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് കുടിവെള്ളമാണ്. നമ്മുടെ കോട്ടപ്പുറം വാർഡിനെ സംബന്ധിച്ച് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും ബഹുമാനപ്പെട്ട നഗരസഭയും വിഴിഞ്ഞം ഇടവകയും കൗൺസിലറും അടക്കം ഇവിടെ ഒരു ഫ്രീ കണക്ഷനുമായി ബന്ധപ്പെട്ട് 850 കണക്ഷൻ നമുക്ക് ഇതിന്റെ അമൃത പദ്ധതിയിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നഗരസഭ ഒരു 300 കണക്ഷനും കൂടെ കഴിഞ്ഞ 9-ാം തീയതി കൗൺസിൽ പാസാക്കി കോട്ടപ്പുറം വാർഡിൽ 300 കണക്ഷനും കൂടെ തരാൻ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വാർഡിൽ തന്നെ 100% കുടിവെള്ള പൈപ്പ് കണക്ഷൻ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2, നമ്മുടെ മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നമുക്ക് വെള്ളത്തിന്റെ ഷെഡ്യൂള് മറ്റ് തിരുവനന്തപുരത്തിന്റെ മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും 24 മണിക്കൂറും വെള്ളം ലഭ്യമാകുമ്പോൾ കോട്ടപ്പുറം വാർഡ് പോലെയുള്ള ചില പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഈ ഷെഡ്യൂളാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാഴ്ചയിൽ 2 ദിവസം മാത്രമേ നമുക്കിവിടെ വെള്ളം കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ വെള്ളം സംഭരിച്ചു വയ്ക്കുന്നതിനും വെള്ളം മറ്റുള്ള മേഖലയിൽ ശേഖരിച്ചു വയ്ക്കുന്നതിനും വളരെ തിങ്ങി ഞെരുങ്ങി താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ വളരെ കുറവാണ്. അപ്പോ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളം 24 മണിക്കൂറും ലഭ്യമാകുന്ന മുറയ്ക്ക് കോട്ടപ്പുറം വാർഡിൽ 24 മണിക്കൂറും കുടിവെള്ളം ലഭ്യമാകുന്ന ഷെഡ്യൂള് റീസെറ്റ് ചെയ്യണമെന്നാണ് ആദ്യത്തെ നിർദ്ദേശം പറയാനുള്ളത്.
രണ്ട്, നമ്മുടെ ഈ വാട്ടർ ബെഡ് എന്ന് പറയുന്ന വെള്ളയാടി കായലിന്റെ തൊട്ടടുത്ത് വാട്ടർ അതോറിറ്റിയുടെ തന്നെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് വാട്ടർ ബെഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് വളരെ അധികം നല്ലൊരു പ്രോസസ്സിംഗ് മെത്തേഡാണ്. കൂടുതൽ സമയമെടുക്കും, ഒത്തിരി ദിവസങ്ങളും ഒത്തിരി സമയമെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനം. പക്ഷെ അത്തരത്തിൽ അതിനൊരു പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് അതിന്റെ ബദൽ സംവിധാനം കണ്ടെത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല, വാട്ടർ അതോറിറ്റിക്ക് ഇല്ല. അപ്പൊ ഇതെപ്പോഴാണോ വെള്ളം ട്രീറ്റ്മെന്റ് പ്ലാന്റ് 1 മാസം എടുക്കുന്നുണ്ടെങ്കിൽ ആ 1 മാസവും പൂർണ്ണമായിട്ടും ഈ പ്രദേശങ്ങളിൽ ഇതിനെ ആശ്രയിക്കുന്ന മേഖലകളിൽ വെള്ളം കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കൊരു തീർച്ചയായും വെള്ളത്തിനൊരു ശുദ്ധീകരണ സ്വഭാവം ഉണ്ടാകണം. 24 മണിക്കൂറും നമുക്ക് വെള്ളം ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ ഇതിന്റെ ഇടപെടൽ നടത്തുന്ന എന്റെ ഔദ്യോഗിക ഒന്ന് ചോദിക്കട്ടെ ശ്രീ പനിയടിമ, അതായത് ഇപ്പോൾ അങ്ങ് പറയുന്ന സാഹചര്യം, ആ സാഹചര്യം മനസ്സിലാകുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യം മാറുന്നതിന് എത്ര കാലമാണ് വേണ്ടി വരിക? കാരണം നമുക്കറിയാം, വിഴിഞ്ഞത്ത് നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശമുണ്ടായിരുന്നു. അത് മറ്റൊരു കാരണം കൊണ്ട് അവിടെ ആളുകൾ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ ഒരു നിർദ്ദേശം കൊണ്ട് മാറി ആളുകളെ അകറ്റി നിർത്തുന്ന ഒരിടമാണ്. ഞാൻ ഈ സാന്ദർഭികമായി പറയട്ടെ, ആ സ്ഥലത്തോട് ചേർന്ന ഈ സ്ഥലം കോട്ടപ്പുറമോ അല്ലെങ്കിൽ വിഴിഞ്ഞവുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളോ ഒരു വെള്ളത്തിന്റെ കാര്യത്തിൽ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത് പോലെ വാട്ടർ ഇല്ലാത്ത ഒരു ഇടമായി അതൊരു തുരുത്തായി മാറിയിരിക്കുന്നു. അവിടെ എന്തുകൊണ്ടാണ് അതിനെ അകറ്റി നിർത്തുന്നത്? അരുവിക്കരയിൽ നിന്നുള്ള ജലവിതരണ സംവിധാനമാണ് നഗരത്തിലാകെയും ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് അങ്ങനെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് അവിടെയുള്ള ആളുകൾക്ക് ജലം കൊടുക്കാത്തത്? ഞങ്ങൾ അവിടെ പോയി കണ്ടു. വലിയ മണിമാളികകളിൽ താമസിക്കുന്ന ആളുകളല്ല, മത്സ്യത്തൊഴിലാളികളാണ്. അവർ പറയുന്ന ഒരുപാട് വേദനകളുണ്ട്. ഡീസലിന്റെ സബ്സിഡി ഇല്ലാത്ത കാര്യമുണ്ട്, മണ്ണെണ്ണ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോഴുള്ള ഈ ജീവിത സാഹചര്യം, കുടിവെള്ളം പോലും കുടത്തിന് 10 രൂപ നൽകി വാങ്ങേണ്ട അവസ്ഥയാണ്. ഇത് കാലാകാലങ്ങളായി നമ്മൾ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നു, പക്ഷേ അതിൽ വരുന്നത് ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമല്ല. എന്താണ് അടിയന്തരമായി നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്? വലിയ വികസന പദ്ധതികൾ മാത്രം വന്നാൽ മതിയോ? അതിനോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് സമാധാനമായി സൗകര്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങേണ്ടതില്ലേ ശ്രീ പനിയടിമ? തീർച്ചയായും നമുക്ക് വെള്ളം ശുദ്ധീകരിച്ച് 24 മണിക്കൂറും വെള്ളം വിടേണ്ട ഉത്തരവാദിത്വവും നമ്മുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഭാഗം, നമ്മുടെ ജനങ്ങൾ 10 രൂപ കൊടുത്ത് സ്വകാര്യ ടാങ്കർ ലോറിയിലെ കുടിവെള്ളം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ ആ ചിലപ്പോൾ വിടുന്ന വെള്ളത്തിന് ക്ലോറിന്റെ കണ്ടന്റ് കൂടുകയും അതിനൊരു സ്മെല്ല് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുമ്പോൾ ചോറ് അവർ കൊണ്ടുപോകാറുണ്ട്, രാത്രിയും പകലൊക്കെ കഴിക്കാനുള്ള ചോറ് കൊണ്ടുപോകാറുണ്ട്. ഈ ചോറ് ഈ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു നിമിഷം തുടരൂ. നമ്മുടെ MLA ശ്രീ M. വിൻസെന്റ്, കോവളം MLA ശ്രീ M. വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു. MLA, നമുക്കൊക്കെയും അറിയാവുന്ന സ്ഥലമാണ് വിഴിഞ്ഞം. വലിയ പദ്ധതിയാണ് വരുന്നത്. രാജ്യം തന്നെ വലിയ തോതിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ വികസനത്തിന്റെ കവാടമായി മാറാൻ പോകുന്ന ഇടമാണ് വിഴിഞ്ഞം എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രീ M. വിൻസെന്റ് MLA, സർക്കാരും നഗരസഭയും ആത്മാർത്ഥമായി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ജലം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ശ്രീ M. വിൻസെന്റ്, കേൾക്കാമെങ്കിൽ ചോദ്യം ഒന്നും കൂടെ ആവർത്തിച്ചാൽ കൊള്ളായിരുന്നു. ശ്രീ M. വിൻസെന്റ്, നമുക്കറിയാവുന്ന ഇടമാണ് വിഴിഞ്ഞം. തീർച്ചയായിട്ടും. അതായത് വലിയ പദ്ധതി വരുന്നു. വിഴിഞ്ഞം തുറമുഖം പോലെ ഏറ്റവും ബൃഹത്തായ പദ്ധതി വരുന്നു. രാജ്യവും കേരളവും കൊട്ടിഘോഷിക്കുന്നു. നമ്മുടെ വികസന കവാടമായി വിഴിഞ്ഞം മാറുന്നു. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല. അവർ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയാണ്. സർക്കാരും നഗരസഭയും ജനങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? അങ്ങ് എന്താണ് കരുതുന്നത്? അല്ല, ഇപ്പോ കുടിവെള്ളം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതൊരു ദുഃഖകരമായ സാഹചര്യം തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇപ്പൊ യഥേഷ്ടം വെള്ളം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഈ പ്രദേശത്തേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള വെള്ളായണി പ്രോജക്റ്റിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൂടി വെള്ളം കൊടുക്കുന്നത് കൊണ്ട് പല സന്ദർഭങ്ങളിലും ഇവിടേക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഞങ്ങളത് പലപ്പോഴും അത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നു. ഒരു പുതിയൊരു പ്രോജക്റ്റ് കൂടി തിരുവനന്തപുരത്ത് വരുന്നതോടുകൂടി പൂർണ്ണമായും വെള്ളം ഈ ഭാഗത്തേക്ക് തന്നെ കൊടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം കുടിക്കുന്ന അതിന് ഒരു വിമുഖത നമ്മുടെ ഇവിടെ ഉണ്ട്. അതിനകത്ത് ക്ലോറിന്റെ അംശം കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷെ ഞങ്ങളത് പലപ്പോഴും ജനങ്ങളോടും പിന്നെ നമ്മുടെ പള്ളിയിലെ കമ്മിറ്റി ഭാരവാഹികളോടും എല്ലാം പറയുന്നതാണ്, നമ്മളൊരു ക്യാമ്പയിൻ ഇത് നടത്തണം. ഇത് വെള്ളം
ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്ന വെള്ളമാണ് വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഈ ലോറികളിൽ കൊണ്ടുകൊടുക്കുന്ന വെള്ളം ട്രീറ്റ് ചെയ്യാത്ത വെള്ളമാണ്. അപ്പൊ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ക്ലോറിന്റെ അംശം കൂടുതലായി വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിൽ അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ല ഒരു ക്യാമ്പയിനിങ്ങിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ ഇത് ഒരു കാര്യമുണ്ട്, ഈ വെള്ളത്തിന് തീർച്ചയായും MLA അതെ പറയണം. ഹലോ MLA നമുക്ക് സമയപരിമിതിയുണ്ട്. MLA നമുക്ക് സമയപരിമിതിയുണ്ട്. ശ്രീ എം വിൻസെന്റ് അങ്ങ് പറഞ്ഞത് മനസ്സിലായി. ഒരു ബൃഹത് പദ്ധതി വരുന്നുണ്ട്, അത് വഴി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കൂടുതൽ ജലം കിട്ടും. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലം നമ്മുടെ ഈ വെള്ളം വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന വെള്ളം കുടിക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് അവിടെ തന്നെ പല മീറ്റിങ്ങുകളിലും കഴിഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം ഒരു ബോധവൽക്കരണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. മനസ്സിലായി. നമ്മൾ ചർച്ച ചെയ്തത് വിഴിഞ്ഞത്തെ യഥേഷ്ടം വെള്ളം ലഭിക്കണം എന്നുള്ളത് ഒരു കാര്യം. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തീർച്ചയായും നമുക്ക് മറ്റൊരു അവസരത്തിൽ തീർച്ചയായും അധികം വൈകാതെ തന്നെ വിഴിഞ്ഞത്തെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വിഴിഞ്ഞത്തെ കുടിവെള്ള പ്രശ്നമാണ്. ആ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. ഈ പരിപാടി നിങ്ങൾ